യിരെമ്യാവ് 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഗ്രഹിക്കരുത്, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുകയുമരുത്. ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ചും ഈ ദേശത്തു അവരെ പ്രസവിക്കുന്ന അമ്മമാരെക്കുറിച്ചും അവരെ ജനിപ്പിക്കുന്ന അപ്പന്മാരെക്കുറിച്ചും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. ആരും അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ നിലത്തിനു വളമായി കിടക്കും. വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞുപോകും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത്, വിലപിപ്പാൻ പോകരുത്, അവരോട് സഹതാപം കാണിക്കുകയുമരുത്. ഞാൻ എന്റെ സമാധാനവും ദയയും കരുണയും ഈ ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. വലിയവരും ചെറിയവരും ഈ ദേശത്ത് മരിക്കും. ആരും അവരെ കുഴിച്ചിടുകയില്ല, അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയില്ല, അവരുടെ നിമിത്തം മുറിവേൽപ്പിക്കുകയില്ല, മുൻകഷണ്ടി ഉണ്ടാക്കുകയുമില്ല. മരിച്ചവനെക്കുറിച്ചു അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ആരും വിലാപത്തിങ്കൽ അവർക്ക് അപ്പം നുറുക്കിക്കൊടുക്കുകയില്ല. അപ്പനെ ചൊല്ലിയോ അമ്മയെ ചൊല്ലിയോ ആരും അവർക്ക് ആശ്വാസത്തിന്റെ പാനപാത്രം കുടിപ്പാൻ കൊടുക്കുകയുമില്ല. അവരോടുകൂടെ ഇരുന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ വിരുന്ന് വീട്ടിലേക്ക് പോകരുത്. യിസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ കാൺക, ഞാൻ നിങ്ങളുടെ നാടുകളിൽ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഈ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയും. ഈ വചനങ്ങളെയൊക്കെയും ഈ ജനത്തോട് അറിയിക്കുമ്പോഴും യഹോവ ഞങ്ങൾക്ക് വിരോധമായി ഈ വലിയ അനർത്ഥമൊക്കെയും കൽപ്പിച്ചതെന്ത്? ഞങ്ങളുടെ അകൃത്യം എന്ത്? ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾ ചെയ്ത പാപം എന്ത് എന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോഴും നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ചു, അന്യദേവന്മാരോട് ചേർന്നു അവരെ സേവിച്ച് നമസ്കരിക്കുകയും എന്നെ ഉപേക്ഷിച്ചു എന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കാതെ ഇരിക്കുകയും ചെയ്യുകൊണ്ട് തന്നെ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും എന്റെ വാക്ക് കേൾക്കാതെ താന്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് നടക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്ത് നിന്നു നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അറിയാത്ത ഒരു ദേശത്തേക്ക് നീക്കിക്കളയും. അവിടെ നിങ്ങൾ രാവും പകലും അന്യദേവന്മാരെ സേവിക്കും. അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കുകയുമില്ല. ആകയാൽ ഇസ്രായേൽ മക്കളെ, മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനിയും പറയാതെ, ഇസ്രായേൽ മക്കളെ വടക്കേ ദേശത്തു നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. ഇതാ, ഞാൻ അനേകം മീൻ പിടിക്കാരെ വരുത്തും, അവർ അവരെ പിടിക്കും. അതിനുശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ അവരെ എല്ലാ മലയിലും നിന്നും എല്ലാ കുന്നിലും നിന്നും പാറപ്പിളർപ്പുകളിൽ നിന്നും നായാടി പിടിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വെച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞുകിടക്കുന്നില്ല. അവരുടെ അകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല. അവർ എന്റെ ദേശത്തെ തങ്ങളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളാൽ മലിനമാക്കി എന്റെ അവകാശത്തെ തങ്ങളുടെ അർപ്പുകളെക്കൊണ്ട് നിറച്ചിരിക്കിയാൽ ഞാൻ ഒന്നാമതും അവരുടെ അകൃത്യത്തിനും അവരുടെ പാപത്തിനും ഇരട്ടിച്ചു പകരം ചെയ്യും. എന്റെ ബലവും എന്റെ കോട്ടയും കഷ്ടകാലത്ത് എന്റെ ശരണവുമായ യഹോവേ, ജാതികൾ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് നിന്റെ അടുക്കൽ വന്നു തങ്ങളുടെ പിതാക്കന്മാർക്കും അവകാശമായിരുന്ന മിഥ്യാമൂർത്തികളായ വെറും ഭോഷ്കത്രേ, അവയിൽ പ്രയോജനമുള്ളത് ഒന്നുമില്ല എന്ന് പറയും. തനിക്ക് ദേവന്മാരെ ഉണ്ടാക്കുവാൻ മനുഷ്യന് കഴിയുമോ? എന്നാൽ അവ ദേവന്മാരല്ല. ആകയാൽ ഞാൻ ഈ പ്രാവശ്യം അവരെ ഒന്ന് പഠിപ്പിക്കും. എന്റെ കൈയും എന്റെ ബലവും ഞാൻ അവരെ ഒന്ന് അനുഭവിപ്പിക്കും. എന്റെ നാമം യഹോവ എന്ന് അവർ അറിയും.